ഹലോ, ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ അന്ന് ലഞ്ച് കഴിച്ചത് പാരഗണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണത്. പാരഗണിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്ത് നല്ല തിരക്കായതുകൊണ്ട് കയറിയ ടൈമിൽ അകത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബീച്ച് വ്യൂ കണ്ടിട്ട് ഫുഡ് കഴിക്കാന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രീ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന്. അങ്ങനെ ഫ്രീ ആയപ്പോൾ അവർ ഞങ്ങളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പാരഗണിലെ മെയിൻ ഐറ്റമായ ബിരിയാണി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി. അവിടുത്തെ ബിരിയാണിയുടെ കൂടെ തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, റൈത്ത ഉണ്ടായിരുന്നു, പിന്നെ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാത്തിൻ്റെ വീഡിയോ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പണ്ട് വയനാട് പോയപ്പോഴാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ തേങ്ങ ചമ്മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള ഡേറ്റ്സ് പിക്കിൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അവിടുത്തെ മറ്റൊരു സിഗ്നേച്ചർ ഐറ്റായ പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മധുരവും പുളിയും എല്ലാം കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടും. മാംഗോ ജ്യൂസ് ഞാൻ കുറച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ജ്യൂസിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. ഇളനീർ പായസമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇളനീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടോ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ. പായസം നല്ല തണുപ്പിച്ചിട്ടായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ മധുരം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്തിരുന്നത് കൊണ്ടാണോ അത്ര മധുരം തോന്നിയതെന്ന് അറിയില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അതിൽ ഇളനീർ കഷ്ണങ്ങളാണ് കേട്ടോ കൂടുതലെടുത്ത് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ പാരഗണിൻ്റെ അകത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് പുറത്ത് നിന്ന് അകത്തേക്ക് കയറുമ്പോഴുള്ള പാരഗണിൻ്റെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു വരുന്ന ഡേ ആയതുകൊണ്ട് തന്നെ 3:30 ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയത് ട്രെയിനാണെങ്കിലും ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും അനിയൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ അനിയനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. കോഴിക്കോട് എത്തിയപ്പോൾ അനിയൻ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പുകളുടെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഷോപ്പായിരുന്നു കേട്ടോ, ബണ്ണിൻ്റെ ഒരു ഷോപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ആ ഷോപ്പിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ബൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു യാത്ര പോയി. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ബസ്സിൽ വല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കളമശ്ശേരിക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഊബർ വിളിച്ചിട്ടാണ് കാക്കനാട്ടേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാക്കനാട് ആയതുകൊണ്ട് പിന്നെ എത്ര രാത്രിയായാലും ഫുഡ് കിട്ടുന്നുള്ളതാണ് കേട്ടോ ഒരു സമാധാനം. അപ്പോൾ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.